ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC പബ്ലിഷ് ചെയ്യുന്ന PSC ബുള്ളറ്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻ നവംബർ മാസത്തിന് കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പുതുതായിട്ട് തന്നെ കാണുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ എൻ്റെ പേര് സിജി ബിജു എന്നിട്ടാണ്. ഓക്കെ, റെഡി? ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പകുതി കാര്യങ്ങളാണ് നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് നമുക്ക് ഉടനെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇത് ഫസ്റ്റ് പാർട്ടായിട്ടാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം. അപ്പം UN ഗ്ലോബൽ ഷാങ്ഹായ് പുരസ്കാരം ഇപ്പം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഇന്ത്യയിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം. അപ്പം UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം നേടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ നഗരം എന്ന് ചോദിച്ചാലും തിരുവനന്തപുരമാണ്. ഇപ്രാവശ്യത്തെ UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം നേടിയിരിക്കുന്നത് ഏത് കോർപ്പറേഷനാണ്? തിരുവനന്തപുരം ആണ്. അടുത്തത് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് ലഭിച്ചത്? തിരുത്തു എന്ന് പറയുന്ന കൃതിക്കാണ് ലഭിച്ചത്. ഏത് കൃതിക്കാണ്? തിരുത്ത്. ആർക്കാണ് ലഭിച്ചത്? NS മാധവനാണ്. ഏത് കൃതിയാണ്? തിരുത്ത്. ആർക്കാണ്? NS മാധവൻ. എന്താണ് ലഭിച്ചത്? എഴുത്തച്ഛൻ പുരസ്കാരം. എത്ര ലക്ഷമാണ് ഇതിൻ്റെത്? 5 ലക്ഷം രൂപ. അപ്പൊ ഒന്നുകൂടെ ഒന്ന് സ്വന്തമായിട്ട് പറഞ്ഞു നോക്കിക്കേ. NS മാധവൻ എഴുത്തച്ഛൻ പുരസ്കാരം 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഏത് കൃതിക്കാണ്? തിരുത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന കൃതിക്ക്. ഇനി മറക്കത്തില്ലല്ലോ. ഇനി അടുത്തതായിട്ട് 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആയിട്ടുള്ള മലയാളിയാണ് സഞ്ജു വി സാംസൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. മലയാളി സഞ്ജു വി സാംസൺ ആണ് 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറി നേടുന്ന 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി സഞ്ജു വി സാംസൺ. ബുക്കർ സമ്മാനം ബ്രിട്ടീഷ് സാഹിത്യകാരി ആയിട്ടുള്ള സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന നോവലിനാണ്. ഈ വർഷത്തെ ബുക്കർ പ്രൈസ് നേടിയിരിക്കുന്നത് ഏത് സാഹിത്യകാരിക്കാണ്? ബ്രിട്ടീഷ് സാഹിത്യകാരിക്കാണ്. എന്താണ്? ഏത് നോവലിനാണ്? ഓർബിറ്റൽ എന്ന് പറയുന്ന നോവൽ. എന്താണ്? ഓർബിറ്റൽ എന്ന് പറയുന്ന നോവലിന് സാഹിത്യകാരിയുടെ പേരെന്താണ്? സാമന്ത ഹാർവി. എന്താണ്? സാമന്ത ഹാർവി. എന്ത് പുരസ്കാരമാണ് ലഭിച്ചത്? ബുക്കർ പ്രൈസ് ആണ് ലഭിച്ചത്. ഇപ്പൊ എന്നോടൊപ്പം തന്നെ പറഞ്ഞു നോക്കണേ. സാമന്ത ഹാർവിക്ക് അവരുടെ ഏതാണ് നോവല്? ഓർബിറ്റൽ എന്ന് പറയുന്ന നോവലിന് ബുക്കർ പ്രൈസ് ലഭിച്ചു. ഏത് സാഹിത്യകാരിയാണ്? ബ്രിട്ടീഷ് സാഹിത്യകാരിയാണ്. ബുക്കർ പ്രൈസ് ബ്രിട്ടീഷ് സാഹിത്യകാരി സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന് പറയുന്ന നോവലിനാണ് ലഭിച്ചിരിക്കുന്നത്. 29ാമത് UN കാലാവസ്ഥ ഉച്ചകോടി അസർബൈജാനിലെ ബാക്കുവിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ 29ാമത്തെ UN കാലാവസ്ഥ ഉച്ചകോടി നടന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അസർബൈജാനിലാണ്. അസർബൈജാനിൽ എവിടെയാണ്? ബാക്കുവിലാണ് തുടങ്ങിയത്. എത്രാമത്താണ് നടക്കുന്നത്? 29ാമത്തെ. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. UN കാലാവസ്ഥ ഉച്ചകോടി എത്രാമത്താണ്? 29ാമത്താണ്. എവിടെയാണ്? അസർബൈജാൻ. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ബാക്കുവിലാണ് തുടങ്ങിയത്. ഇനി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. അത്ലറ്റിക്സിൽ മലപ്പുറത്തിന് കിരീടം. മലപ്പുറം കടകശ്ശേരി ഐഡിയൽ EHSS അത്ലറ്റിക്സിലെ ചാമ്പ്യൻ സ്കൂളായി. ഓക്കെ, ഇപ്പൊ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല ആണ് ഓവറോൾ ചാമ്പ്യന്മാരായത് തിരുവനന്തപുരം ജില്ലയാണ്. അത്ലറ്റിക്സ് എടുത്ത് ചോദിക്കുവാണെങ്കിൽ ആരുടെ പേര് പറയണം? മലപ്പുറം ജില്ലക്കാണ് അത്ലറ്റിക്സിൽ കിരീടം ലഭിച്ചിരിക്കുന്നത്. അത്ലറ്റിക്സിൽ മലപ്പുറം ജില്ലക്കാണ്. ഇനിയും ഏത് സ്കൂളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടകശ്ശേരി ഐഡിയൽ EHSS അത്ലറ്റിക്സിലെ ചാമ്പ്യന്മാരായത് ഐഡിയൽ EHSS ആണ്. ഐഡിയൽ EHSS കടകശ്ശേരി ഐഡിയൽ. സംസ്ഥാന കായികമേളയിൽ ഓവറോൾ ചാമ്പ്യന്മാർ തിരുവനന്തപുരം ജില്ല. അത്ലറ്റിക്സ് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം. ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ SD ബിജുവിന്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്?
ബിജു ആണ്. ബിജു ആണ് ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഈ വർഷത്തെ ഡോക്ടർ കമറുദ്ദീൻ പരിസ്ഥിതി പുരസ്കാരം നേടിയിരിക്കുന്നത് ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ ബിജുവിനാണ്. ബിജുവിനാണ് ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന പുരസ്കാരം. തപസ്യ കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനും ചരിത്രകാരനുമായ ഡോക്ടർ ശശിഭൂഷണാണ് ലഭിച്ചിരിക്കുന്നത്. ശശിഭൂഷണാണ് ലഭിച്ചിരിക്കുന്നത്. തപസ്യ കലാസാഹിത്യവേദിയുടെ ഈ വർഷത്തെ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകനും ചരിത്രകാരനുമായിട്ടുള്ള ഡോക്ടർ ശശിഭൂഷണാണ് ലഭിച്ചിരിക്കുന്നത്. ശശിഭൂഷണാണ് ലഭിച്ചിരിക്കുന്നത്. ആർക്കാണ്? ശശിഭൂഷൺ. എന്താണ് ലഭിച്ചിരിക്കുന്നത്? തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം. തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം ഏത് സാഹിത്യ കലാവേദിയാണ് കൊടുക്കുന്നത്? തപസ്യ കലാസാഹിത്യവേദിയാണ് കൊടുക്കുന്നത്. തുറവൂർ വിശ്വംഭരൻ പുരസ്കാരം. ശശിഭൂഷൺ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് ട്രിപ്പിൾ ജമ്പ് താരം ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ അർഹനായി. അപ്പൊ എന്ത് പുരസ്കാരമാണ്? ട്രിപ്പിൾ ജമ്പ് താരമായിട്ടുള്ള ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ ആണ് അർഹനായിട്ടുള്ളത്. ഏത് പുരസ്കാരം? ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ട്രിപ്പിൾ ജമ്പ് താരം ആയിട്ടുള്ള ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ ആണ്. അർഹനായത്. അബ്ദുള്ള അബൂബക്കർ. എന്താണ്? അബ്ദുള്ള അബൂബക്കർ. ഇനി സാമൂഹിക പ്രവർത്തന മികവിനുള്ള ദത്തോപാന്ത് റെങ്ടി പുരസ്കാരം മേനക ഗാന്ധിക്കും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലീമീസിനും ലഭിച്ചു. സാമൂഹിക പ്രവർത്തന മികവിനുള്ള ദത്തോപാന്ത് റെങ്ടി പുരസ്കാരം മേനക ഗാന്ധിക്കും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയസ് ക്ലീംസിനും ലഭിച്ചിട്ടുണ്ട്. മേനക ഗാന്ധിക്കും ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലീംസിനും ലഭിച്ചിട്ടുണ്ട്. ദത്തോപാന്ത് റെങ്ടി പുരസ്കാരം ഏത് മേഖലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമൂഹിക പ്രവർത്തന മികവിനാണ്. സാമൂഹിക പ്രവർത്തന മികവാണ് ദത്തോപാന്ത് റെങ്ടി പുരസ്കാരം. അപ്പൊ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ട്രിപ്പിൾ ജമ്പ് താരം ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ ആണ് അർഹനായിരിക്കുന്നത്. ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ. ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ തെരഞ്ഞെടുത്തു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. തായ്ലൻഡ് വിദേശകാര്യമന്ത്രി മാരിസ് സംഗിയ പോങ്സ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. ഇപ്പൊ ഇന്ത്യയിലെത്തിയ തായ്ലൻഡ് വിദേശകാര്യമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാരിസ് സംഗിയോ പോങ്സ്. എവിടത്തെയാണ്? തായ്ലൻഡ് ആണ്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. മാരിസ് സംഗിയോ പോങ്സ്. അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഏത് ദിവസമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? എത്രാമത്തെ പ്രസിഡന്റ് ആണ്? അതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ് PSC. ഇപ്പൊ നിങ്ങൾ കേരള കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത് PSC ബുള്ളറ്റിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. അതിനുശേഷം ബാക്കിയുള്ള പബ്ലിക്കേഷനിലേക്ക് പോവുക. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും PSC ബുള്ളറ്റിന് 1 or 2 ടൈംസ് റീഡ് ചെയ്ത് വെച്ചിരിക്കണം കറണ്ട് അഫയേഴ്സ്. ഓരോ പ്രാവശ്യവും നമുക്ക് ആകെപ്പാടെ 2 ബുള്ളറ്റിൻ മാത്രമുള്ള ഒരു മന്തിൽ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ച് തീരാവുന്നതാണ്. നന്നായിട്ട് ഇത് റിവൈസ് ചെയ്യുകയും ചെയ്യണം. ഭൂരിഭാഗം കറണ്ട് അഫയേഴ്സും ആ ഒരു ടോപ്പിക്കിൽ ആ ഒരു പബ്ലിക്കേഷനിൽ നിന്നാണ് വരുന്നത്. അതിനുശേഷമാണ് കുറച്ച് കാര്യങ്ങൾ അല്ലാതെ വരുന്നത്. അപ്പൊ 47ാമത്തത് പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് 2025 ജനുവരി 20 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 78 വയസ്സ് പ്രായമുള്ള ട്രംപ് US പ്രസിഡന്റ് ആവുന്ന പ്രായം കൂടിയ ആളാണ്. അപ്പൊ US പ്രസിഡന്റ് ആവുന്ന ഏറ്റവും പ്രായം കൂടിയ ആളെന്ന് പറഞ്ഞാലും ട്രംപ് തന്നെയാണ്. 130 വർഷത്തിന് ശേഷം തുടർച്ചയായി അല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. എത്ര വർഷത്തിന് ശേഷമാണ്?
ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് വന്നാണ്, ഐ എം സോറി. ഇപ്പൊ 130 വർഷത്തിന് ശേഷം തുടർച്ചയായി അല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമല ഹാരിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമല ഹാരിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. JD വാൻസ് ആണ് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. 130 വർഷത്തിന് ശേഷം തുടർച്ചയായി അല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമല ഹാരിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. കമല ഹാരിസിനെ. JD വാൻസ് ആണ് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇനി സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. TOI 6651b എന്നാണ് ഈ ഗ്രഹത്തിന്റെ പേര്. ഇപ്പൊ സൗരയൂഥത്തിന്റെ പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. TOI 6651b എന്നാണ് ഈ ഗ്രഹത്തിന്റെ പേരെന്ന് പറയുന്നത്. TOI എന്നാണ് 6651. 6651b എന്നാണ് ഈ ഗ്രഹത്തിന്റെ പേര്. TOI 6651. ഭൂമിയേക്കാൾ 5 ഇരട്ടി വലിപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം. സൗരയൂഥത്തിന് പുറത്തായിട്ടാണ്. പേര് 6651 TOI. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. TOI. കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏകലവ്യ എന്ന പേരിട്ട ഡ്രോൺ വികസിപ്പിച്ചത് കേരള ഡിജിറ്റൽ സർവകലാശാല. അപ്പൊ കേരള ഡിജിറ്റൽ സർവകലാശാല ഏത് കുഴിബോംബ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് ഡ്രോൺ ആണ് വികസിപ്പിച്ചത്? ഏകലവ്യ എന്ന ഡ്രോൺ ആണ് വികസിപ്പിച്ചത്. ആരാണ്? കേരള ഡിജിറ്റൽ സർവകലാശാല. അപ്പൊ സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലുപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം TOI ആരാണ് കണ്ടെത്തിയത്? ഇന്ത്യൻ സയന്റിസ്റ്റുകളാണ് കണ്ടെത്തിയത്. ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർ 1 എന്ന പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ട് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കി. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കിയത് ആരാണ്? സ്റ്റാർ 1 ആരാണ് പുറത്തിറക്കിയത്? റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർ 1. അപ്പൊ സ്റ്റാർ 1 ആണ് ഏറ്റവും സ്പീഡ് ആയിട്ടുള്ള റോബോട്ട് എന്ന ഖ്യാതി ഉള്ള റോബോട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമനോയിഡ് റോബോട്ട് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് ഏതാണ്? സ്റ്റാർ 1 ആണ്. ആരാണ് പുറത്തിറക്കിയത്? റോബോട്ട് ഇറ. അപ്പൊ ഏത് കമ്പനിയാണ്? ചൈനീസ് കമ്പനി ആയിട്ടുള്ള റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർ 1 എന്നു പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ടാണ്. ഇപ്പൊ സൂര്യനിൽ ജൂലൈ 16 സംഭവിച്ച കൊറോണൽ മാസ് ഇജക്ഷന്റെ പ്രഭവ സമയം കണക്കാക്കി ആദിത്യ L1 പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ്. അപ്പം സൂര്യനിൽ ജൂലൈ 16 സംഭവിച്ച കൊറോണൽ മാസ് ഇജക്ഷൻ, അതായത് പ്ലാസ്മയുടെ പുറന്തള്ളൽ പ്രഭവ സമയം കണക്കാക്കി ആദിത്യ L1 പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ്. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ്. ഇതിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചേക്കണം. VELC, അതായത് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ്. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ് എന്നിട്ടാണ് ഇതിന് പറയുന്ന പേര്. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ്. ആരാണ് കണ്ടെത്തിയത്? ആദിത്യ L1. എന്താണ് കണ്ടെത്തിയത്? കൊറോണൽ മാസ് എജക്ഷൻ, അതായത് പ്ലാസ്മയുടെ പുറന്തള്ളൽ. ഏത് ദിവസമാണ്? ജൂലൈ 16. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ടോപ്പിക്കൊക്കെ നമുക്ക് വരാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. പ്രതിരോധ സെക്രട്ടറിയായി രാജേഷ് കുമാർ സിംഗ് ചുമതലയേറ്റു. പൊതുനന്മയ്ക്കായി ഏതു സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ലെന്ന് സുപ്രധാന വിധി പുറപ്പെടുവിച്ച് സുപ്രീം കോടതി വന്നിട്ടുണ്ട്. പൊതുനന്മയ്ക്കായി ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ല എന്ന് സുപ്രധാനപ്പെട്ട വിധി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശത്തിന്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും നിരീക്ഷിച്ച് കേരള ഹൈക്കോടതി. ഇപ്പൊ മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശത്തിന്റെ ഭാഗമാണെന്നും മാധ്യമ സ്വാതന്ത്ര്യം
അത് നിയന്ത്രിക്കാനാകില്ലെന്ന് നിരീക്ഷിച്ച് ഏത് ഹൈക്കോടതിയാണ് വന്നിരിക്കുന്നത്? കേരള ഹൈക്കോടതിയാണ് ആ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശത്തിന്റെ ഭാഗമാണെന്ന് അടുത്തിടെ പറഞ്ഞ കോടതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ഹൈക്കോടതിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. നന്നായിട്ട് കറണ്ട് അഫേഴ്സ് റിവൈസ് ചെയ്യണം. മാർക്ക് കൂടുതലുള്ള ടോപ്പിക്കാണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത്. ഇനി കേരള പ്രഭാ പുരസ്കാരങ്ങൾ നേടിയിരിക്കുന്നു. ISRO ചെയർമാൻ ആയിട്ടുള്ള S സോമനാഥിനാണ് കേരള പ്രഭാ പുരസ്കാരം ശാസ്ത്ര സാങ്കേതിക വിഭാഗം ലഭിച്ചിരിക്കുന്നത്. ജൈവ കർഷക ഭുവനേശ്വരിക്കും ലഭിച്ചിട്ടുണ്ട് കൃഷി എന്ന് പറഞ്ഞിരിക്കുന്ന മേഖലയിൽ. കലയില് കലാമണ്ഡലം വിമല മേനോനും ആരോഗ്യത്തില് TK ജയകുമാറും കാലിഗ്രാഫി നാരായണ ഭട്ടതിരി, കായികം സഞ്ജു സാംസൺ, സാമൂഹിക സേവനം ആശാ വർക്കർ ഷൈജ ബേബി, വ്യവസായ വാണിജ്യം VK മാത്യൂസ്. അത്യാവശ്യം വേണ്ട കായികം സഞ്ജു സാംസൺ കേരള പ്രഭാ പുരസ്കാരം. സോമനാഥിനാണ് ശാസ്ത്ര സാങ്കേതിക വിഭാഗത്തിൽ. കൃഷിയില് ഭുവനേശ്വരിയാണ്, ജൈവ കർഷികയായിട്ടുള്ള ഭുവനേശ്വരിക്കാണ് കേരള പ്രഭാ പുരസ്കാരം. കലയില് കലാമണ്ഡലം വിമല മേനോനാണ്. ആരോഗ്യം TK ജയകുമാർ. നാരായണ ഭട്ടതിരി കാലിഗ്രാഫി. സാമൂഹ്യ സേവനം ഷൈജ ബേബി. VK മാത്യൂസ് ആണ് വ്യവസായ വാണിജ്യം. ഇനി കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് MK സാനുവിനാണ്. സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ കേരള ജ്യോതി പുരസ്കാരം ഇപ്രാവശ്യത്തിൽ ലഭിച്ചിരിക്കുന്നത് MK സാനുവിനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്ത് ഒന്ന് ഓർത്ത് വെച്ച് നോക്കണം. കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ പെയ്ഡ് കോഴ്സ് ആയിട്ടുള്ള സെക്രട്ടറി അസിസ്റ്റന്റ് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ഫോക്കസ് ഏരിയയുടെ ബാച്ചസ് റണ്ണിംഗ് ആണ്. അപ്പൊ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. 1299 ആണ് പ്രൈസ് വരുന്നിരിക്കുന്നത്. ദിവസം 7 മണി മുതൽ 7:45 വരെ ആപ്പിലായിരിക്കും ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും റിവിഷൻ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇതുവരെയുള്ള ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പം നന്നായിട്ട് പഠിക്കാമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സിൽ മാത്രമായിരിക്കും നമ്മളിപ്പം ക്ലാസ് കൊടുക്കുന്നത്. അപ്പം ശരി, എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.